അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. മറ്റൊന്ന് നമുക്കൊക്കെ പ്രയാസം നൽകുകയും ചെയ്യുന്ന, നമുക്ക് കേൾക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ഒരു വാർത്തയാണ്. അതായത് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിലേക്ക് രൂപരേഖയായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇരുവിഭാഗവും അംഗീകരിച്ചിരിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഒപ്പിന്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്നാണ് അൽ ജസീറ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. JD വാൻസ് അല്പസമയം മുമ്പ് പറഞ്ഞത് ചർച്ചയിൽ വളരെ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു, ഏകദേശം ഒരു ട്രംപിന്റെ ഒപ്പിന്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് അദ്ദേഹവും പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ ഒരു വലിയ അവകാശവാദമാണ്. ഇറാൻ വീണ്ടും അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം തകർത്തിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോൺ തകർത്തു എന്ന് ഇറാൻ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് ഇറാൻ പറയുന്നത് ഒരു അമേരിക്കയുടെ യുദ്ധവിമാനം തകർത്തു കളഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും അത് അമേരിക്കൻ സേന അല്പസമയം മുമ്പ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരികയുള്ളൂ. ഏതായാലും ഇറാൻ പറയുന്നത് ഞങ്ങളുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് അമേരിക്കയുടെ ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും ഒക്കെ തകർത്തു കളയുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയും ഇറാനും ഒരു ദുർബലമായ വെടിനിർത്തൽ കരാറിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ഇറാന്റെ പല ഭാഗങ്ങളിലും ബന്ദർ അബ്ബാസിന് അടുത്തുള്ള ഇറാന്റെ വ്യോമ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുകയും അതുപോലെ തന്നെ അതിന് പകരമെന്നോണം മറുപടി എന്നോണം ഇക്കഴിഞ്ഞ ദിവസം കുവൈത്തിലേക്ക് ഇറാൻ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഒരു പരിസരത്തെ ഒരു വ്യോമതാവളം ഞങ്ങൾ ആക്രമിച്ചു എന്നാണ് കുവൈത്തിന്റെ പേരെടുത്തു പറയാതെ ഇറാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ UAEയും കുവൈത്തുമൊക്കെ കുവൈത്തിലേക്കുള്ള ആക്രമണത്തിന് അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു സമാധാനത്തിനരികിലും അപ്പുറവും ഇപ്പുറവും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുർബലമായ ഒരു വെടിനിർത്തൽ കരാറിലൂടെയാണ് ഇറാനും അമേരിക്കയും കടന്നു പോകുന്നത്. അതുപോലെ തന്നെ വെടിനിർത്തൽ കരാറിന്റെ ഒരു ഉപകാരവും ലോകത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഒരു പൂർണ്ണമായ ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും അത് ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക്, ലോകത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ പോകുമ്പോൾ ഇതിൽ ഇരുവിഭാഗവും സമ്മതിക്കാൻ സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത്, ഹോർമുസ് വീണ്ടും പഴയതുപോലെ തന്നെ തുറന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ്. ആ ജലപാതയിലൂടെ എല്ലാ കപ്പലുകൾക്കും കടന്നു പോകുവാൻ ഇറാൻ അവസരമൊരുക്കും എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തത്, ഹോർമുസ് കടലിടുക്കിലെ ജലപാതയിലെ എല്ലാ മൈനുകളും 30 ദിവസത്തിനകം ഇറാൻ നീക്കം ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തത്, ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ പ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ്. ഇറാൻ നമുക്കറിയാം, പണ്ട് മുതലേ ആണവായുധം ഞങ്ങൾ നിർമ്മിക്കില്ലെന്നും ഞങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനപരമായ ഊർജ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെന്നും പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കുന്നതിൽ അത് ഒരു കാര്യമില്ലാത്ത, എന്നാൽ തൽക്കാലം തടിയൂരാൻ വേണ്ടി വെക്കുന്ന, അമേരിക്ക വെക്കുന്ന ഒരു പോയിന്റായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റൂ. ഏതായിരുന്നാലും ഇത്തരത്തിലൊരു പോയിന്റ് കൂടിയുണ്ട്. നാലാമത്തത്, ഇറാന്റെ മേലുള്ള ഉപരോധം നീക്കാൻ അമേരിക്ക തയ്യാറാകുക എന്നുള്ളതാണ്. പക്ഷെ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയം അമേരിക്ക ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ ട്രഷറി സെക്രട്ടറി ഒക്കെ പറഞ്ഞത്, അത്തരത്തിൽ ഉപരോധം നീക്കുന്നതിലേക്ക് അമേരിക്ക US കടക്കണമെങ്കിൽ തീർച്ചയായും സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കക്ക് കൈമാറുകയും അതുപോലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലൊന്നിലേക്ക് ഞങ്ങൾ കടക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉപരോധം പൂർണ്ണമായും നീക്കുകയും ഇറാന്റെ പിടിച്ചുവെച്ച സമ്പത്ത്, വർഷങ്ങളായി
പിടിച്ചുവെച്ച ഇറാന്റെ ഒരു വലിയ ധനശേഖരം ഇറാന് കൈമാറുകയും ചെയ്യുന്ന വിഷയത്തിലേക്ക് കടക്കുമോ, അതും കൂടി ഇതിന്റെ ഭാഗമാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടി തന്നെ വരും. അപ്പോൾ നമുക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു വാക്കുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വരുന്നത്. അതായത് അമേരിക്കയും ഇറാനും ഒരു വെടിനിർത്തൽ കരാറിലേക്ക്, ഒരു ശാശ്വതമായ, ഒരു പൂർണ്ണമായ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ആ വാർത്ത. അതുപോലെ രണ്ടാമത്തെ നമ്മുടെ വിഷയം, ഇറാൻ പറയുന്നത് ഞങ്ങളൊരു പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നു, അതാണ് അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണുകളെയും ഇപ്പോൾ യുദ്ധവിമാനങ്ങളെയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അതിന്റെ പേര്, അവർ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് അറാഷ് ഇ കാമെങ്കിർ എന്നുള്ള ഒരു പേരാണ്. അതായത് ഒരു പേർഷ്യൻ നെയിമാണ്. ഇത് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ അത്തരത്തിൽ ശരിയായിക്കൊള്ളണമെന്നില്ല, കേൾക്കുന്ന നിങ്ങൾക്കോ പറയുന്ന എനിക്കോ അത്തരത്തിൽ കൃത്യമായി കൊള്ളണമെന്നില്ല. അവരുടെ ഭാഷയിലുള്ള ഒരു പേരാണിത്. അവർ തദ്ദേശീയമായി നിർമ്മിച്ച ഈ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ അമേരിക്കക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. അമേരിക്ക, നമുക്കറിയാം, ഈ ഒരു ദുർബലമായ വെടിനിർത്തൽ കരാറിലേക്ക് പോലും പാകിസ്ഥാനെ നിർബന്ധിച്ചുകൊണ്ട് ചാടിച്ച് ഇറാനെതിരെ വിവിധ ഭീഷണികൾ മുഴക്കി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തണമെന്ന് ഏകപക്ഷീയമായി അമേരിക്ക ആവശ്യപ്പെടാനുണ്ടായ സാഹചര്യം തന്നെ നിരവധി യുദ്ധവിമാനങ്ങളും നിരവധി ഡ്രോണുകളെയും ഒക്കെ, അമേരിക്കയുടെ ഡ്രോണുകളെയും ഒക്കെ ഇറാൻ തകർത്തെറിഞ്ഞു കളഞ്ഞിരുന്ന ആ ഒരു സന്ദർഭത്തിലായിരുന്നു ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം അമേരിക്കക്ക് വരികയും ഈ യുദ്ധത്തിൽ നിരവധി യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അമേരിക്ക പോകുകയും ചെയ്തപ്പോഴായിരുന്നു ഒരു വെടിനിർത്തലിലേക്ക് എത്താൻ ട്രംപ് നിർബന്ധിതനായത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ അമേരിക്കക്ക് ഒരു വലിയ ഭീഷണിയാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം പുതുതായി നിർമ്മിച്ചു എന്നുള്ള ഒരു അവകാശവാദം. ഇത് ലോകത്തെ അനലിസ്റ്റുകളൊക്കെയും പറയുന്നത് ഇത് അമേരിക്കക്ക് തകർക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും അവർ നിർമ്മിച്ചിട്ടുണ്ടാവുക. ഇതിൽ അതിശയമൊന്നുമില്ല. ഇറാന്റെ റഷ്യൻ നിർമ്മിതമായ S-300 മറ്റുമൊക്കെ ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തി തകർത്ത് കളഞ്ഞപ്പോൾ സാധാരണ ബാറ്ററികളെയും അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ കാണുവാനും കഴിയുന്ന ബാറ്ററി സംവിധാനങ്ങളിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അമേരിക്കൻ കണ്ണുകൾക്കും ഇസ്രയേലി കണ്ണുകൾക്കും കാണാൻ കഴിയാത്ത പ്രാദേശികമായി നിർമ്മിച്ച ആകാശത്തിലെ ഹീറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ചെറിയ രീതിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇപ്പോൾ വെല്ലുവിളിയായി ഇരിക്കുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നു തന്നെയാണ് പല വൃത്തങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടുമിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അമേരിക്കക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. അമേരിക്കയുടെ വിലപിടിപ്പുള്ള MQ-9 ഡ്രോണുകളും, അതായത് നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന അതുതന്നെ ലോകത്തെ ഏറ്റവും സെൻസിറ്റീവ് പാതയായ ഹോർമുസ് കടലിടുക്കിനടുത്തുകൂടെ പറക്കുമ്പോഴായിരുന്നു ഇറാന്റെ വ്യോമപരിധിയിലേക്ക് കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ അത്തരത്തിൽ വെടിവെച്ചിട്ടു കളഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം എന്നുള്ളതാണ്. അപ്പോ മില്യൺ കണക്കിന് ഡോളർ വില വരുന്ന ഇത്തരത്തിലുള്ള ഡ്രോണുകളും അമേരിക്കൻ യുദ്ധവിമാനങ്ങളും തകർക്കാൻ അവർ പ്രാദേശികമായി തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിച്ചു എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ അമേരിക്കക്കും ഇസ്രയേലിനും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇത്തരത്തിൽ തന്നെ അടിയും തിരിച്ചടിയുമായി പോകുകയാണെങ്കിൽ യുദ്ധം വീണ്ടും വ്യാപിക്കുവാനും പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം വീണ്ടും കെടുവാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും ഇരുവിഭാഗവും പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ചർച്ചയുടെ പുരോഗതി എന്നോണം കരാറിലെത്തുവാനുള്ള സാധ്യത വളരെ വിദൂരമല്ല എന്ന വാർത്ത നമുക്കേറെ സമാധാനം നൽകുകയും ചെയ്യുന്നു. വരും മണിക്കൂറുകളിൽ ട്രംപ് ഈ ഉത്തരവിൽ സൈൻ വെക്കുമോ, ഇരുവിഭാഗവും ഒരു കരാറിലേക്ക് എത്തുമോ എന്നൊക്കെ നോക്കി തന്നെ കാണാം. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.